നമസ്കാരം. സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് യോഗനാഥം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. വയനാട്ടിൽ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി. മത്സരിക്കുന്നതിന്റെ പരിഭവമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ നിർദ്ദേശിച്ച് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ. ലോക്സഭയിൽ കോൺഗ്രസിന് അംഗബലമില്ലാത്ത നാളുകളിൽ പോലും രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തിയതെന്നും തരൂർ. കാക്കനാട് DLF ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായ സാഹചര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. DMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടന്റെ ഹർജിയിലാണ് നോട്ടീസ്. CPM-നെതിരെയും തോമസ് ഐസക്കിനെതിരെയും തുറന്നടിച്ച് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ G ശക്തിധരൻ. CPM-ൽ അപരാധങ്ങൾ ചെയ്യാത്തവർ ഗർഭസ്ഥ ശിശു മാത്രമേ ഉണ്ടാകാനിടയുള്ളൂവെന്നും ശക്തിധരൻ. CPM-ന്റെ ചില പഴയ നിലപാടിനെ പരോക്ഷമായി പരിഹസിച്ച് CPM നേതാവ് PK ശശി. ട്രാക്ടർ വന്നപ്പോൾ പോത്തിനെ ഉപയോഗിച്ച് തന്നെ പണിയെടുക്കണമെന്ന വാദം ഉയർന്ന നാടാണ് നമ്മുടേത്. ഇന്ന് ആരെങ്കിലും പോത്തിലേക്ക് തിരിച്ചു പോകണമെന്നും കമ്പ്യൂട്ടർ വേണ്ടെന്നും പറഞ്ഞാൽ അവരെ ജനം ചങ്ങലക്കിട്ട് ആശുപത്രിയിലാക്കുമെന്നും KTDC ചെയർമാൻ ശശി. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഓട്ടോറിക്ഷ ഔദ്യോഗിക ചിഹ്നമായി അംഗീകരിച്ച കേരള കോൺഗ്രസ്. സ്ഥിരം ചിഹ്നമായി ഓട്ടോറിക്ഷ അനുവദിക്കണമെന്ന ആവശ്യവുമായി പാർട്ടി ചെയർമാൻ PJ ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ കുക്കി മെയ്തൈ വിഭാഗക്കാരുമായി ഉടൻ ചർച്ച നടത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മണിപ്പൂരിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ അമിത്ഷാ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആത്മഹത്യക്ക് പിന്നിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരിട്ട അധിക്ഷേപമാണെന്ന ആരോപണം ശക്തം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം.